നമസ്കാരം. ഞാൻ ഇന്നൊരു ഒരു ഒച്ചിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് 12,000 പേരാണ് അത് കണ്ടത്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. നമ്മൾ മലയാളികൾ ഒരു 2-3 കൊല്ലമായിട്ട് ഈ ഇങ്ങനത്തെ ഒച്ചിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഫുഡിൽ, വെള്ളത്തിൽ എല്ലാം ഇത് കലങ്ങി നമ്മളെ ഒരുപാട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നിസ്സാരമായിട്ട് നമുക്ക് കൊല്ലാം എന്ന് ഉള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഉച്ചയ്ക്കാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അധികം ഒച്ചിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഒച്ചിനെ നമുക്ക് കണ്ടാൽ അതിൻ്റെ മുകളിൽ ഉപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ തലയിൽ ഒഴിച്ചാൽ അത് ചത്തുപോകും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറ്റാക്ക് സാധാരണ ഉണ്ടാകുന്നത് രാത്രി കാലങ്ങളിലാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്ക് അവിടെ പോയി ഉപ്പും ഇതെല്ലാം ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ നിസ്സാരമായിട്ട് കൊല്ലാം? ഇപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ ഒരുപാട് ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് കാണാം ഒച്ച്. പിന്നെ ഇത് ആഫ്രിക്കൻ ഒച്ചാണ്. സാധാരണ ടൈപ്പ് ഒച്ചുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ കൊല്ലാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാനിതിനെ ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ്. അവിടെ വന്നിരിക്കുകയാണ് ഞാൻ. അവർ കുറേ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കിണറ്റിലെ വെള്ളത്തിലും ഈ സാധനമൊക്കെ പോയിട്ട് നമുക്ക് മനസ്സിലാവില്ല. ഈ കുടിക്കാൻ ഉപയോഗിക്കുമ്പോഴാണ് പലതരം ചൊറിച്ചിലും മറ്റേതും എല്ലാം വന്ന് നമുക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്, എങ്ങനെ ഇതിനെ ഉന്മൂലനം ചെയ്യാം. അപ്പോൾ ഇതിനെ ഉന്മൂലനം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ടെക്നിക്സും ഉണ്ട്. പക്ഷേ ഞാൻ അറിഞ്ഞെടുത്തതിൽ ഏറ്റവും ഫലപ്രദമായ ടെക്നിക്കാണിത്. അതായത് നമ്മളിപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന ഉപ്പ് അല്ലെങ്കിൽ ക്യാബേജിൻ്റെ ഇല ഇട്ട് അപ്പോൾ അതിലേക്ക് രാവിലെ അട്രാക്റ്റ് ചെയ്ത് പിന്നെ അതിനെ കത്തിച്ചു കൊല്ലുക, അങ്ങനത്തെ പല ടെക്നിക്കും ഉണ്ട്. അതൊന്നും അല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉള്ള ടെക്നിക്കാണ്. അതിന് ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെഡിസിൻ. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ നമ്മുടെ വീടിൻ്റെ പല സ്ഥലങ്ങളിലും ഇത് കൊണ്ടുപോയി വെറുതെ ഇടുക. ഓക്കെ, എന്നിട്ട് ബാക്കി പണി ഇത് ചെയ്തോളും. അപ്പോൾ ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത്, ഇത് ഒരു ചെറിയ കഷ്ണമാക്കും. ഇത്രയും വലിയ കഷ്ണങ്ങൾ വേണ്ട, ഒരു ചെറിയ 1-2 ഇതിപ്പോൾ ഓക്കെ, ഇത്രയും കഷ്ണങ്ങളാക്കാം. ഇത്രയും ചെറിയ കഷ്ണങ്ങൾ മതി. ഞാൻ ഗ്ലൗസ് എടുത്തിട്ടില്ല. ഗ്ലൗസ് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞാൽ ഇത് കെമിക്കലാണ്. അപ്പം നമ്മുടെ വയറ്റിൽ പോയിട്ട് നമുക്ക് പണിയാവുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ഒച്ച് നമുക്ക് നമ്മളെ ദ്രോഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒച്ച് അവിടെ ഉണ്ടാവണമെന്നില്ല. ഉണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഒച്ചിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, നാളെ രാവിലെ ഞാൻ ഈ സ്പോട്ട് കാണിച്ചു തരാം. പിന്നെ ഞാനിത് ചെടിച്ചട്ടിയിൽ ഇടാറുണ്ട്. ചെടിച്ചട്ടിയിലിട്ടാൽ ആ ചെടി സേഫാണ്. പിന്നെ ഓക്കെ, ചെടിക്ക് യാതൊരു ദോഷവും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിനൊക്കെ ഫുള്ള് എന്തെങ്കിലും ഒച്ചിൻ്റെ ചെറിയ ഒച്ച്, ആഫ്രിക്കൻ ഒച്ച് തന്നെ വേണമെന്നില്ല, ചെറിയ ഒച്ചൊക്കെ ഇത് തിന്ന് തീർക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ തുളസി അങ്ങനത്തെ ചെടികളൊക്കെ ഇതിൻ്റെ അറ്റാക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ചെടിയിൽ ഞാനിപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുക്കുകയാണ്, ചെറുത്. അപ്പോൾ ഒച്ച് ആ ചെടിയിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം തീർത്തു കൊടുക്കും. പിന്നെ ഞാൻ ഇവിടെ ഒരെണ്ണം ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ
ഇവിടെ ഒരുപാട് എണ്ണുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം ഇട്ട് കൊടുക്കണം, അവിടെ ഒരെണ്ണം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് നോക്കാം ഈ പരിസരത്തുള്ള ഒച്ചെല്ലാം. ഇപ്പോൾ ഇവിടെ ഒച്ചിനൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ നാളെ വന്ന് നോക്കുമ്പോൾ ഈ പരിസരത്ത് ഒച്ചുണ്ടെങ്കിൽ ഇത് തിന്ന് അത് അതിൻ്റെ പണി തീർന്നിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോലെയായിട്ടുണ്ട്. റിസൾട്ട് ഞാൻ നാളെ കാണാം. റിസൾട്ട് എന്തായെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടേക്കാണ് ആ ഉച്ചിൻ്റെ പെല്ലറ്റ് ഇട്ടത്. അത് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ സോളാർ വെച്ചിട്ടുണ്ട്. എൻ്റെ റീഡിങ് എത്രയെന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്നത്തെ റീഡിങ് ഇന്ന് വരെ 8 kW. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇന്നലെ ഇവിടെയായിരുന്നു പെല്ലറ്റിട്ട്. ഇന്നലെ രാത്രി ഇവിടെയുള്ള ഒച്ചെല്ലാം ഇത് തിന്ന് ചത്ത് മലർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്പോട്ട്. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അടുത്ത് ഞാൻ ഇവിടെയാണ് ഇട്ടത്. എന്താ അവിടെ 2 ഒച്ച കിടക്കുന്നുണ്ട്. ഒന്ന് അത് തിന്ന് ചത്ത് കിടക്കുന്നുണ്ട്. ബാക്കി ഇവിടെ വേറെ ഒച്ചയൊന്നുമില്ല. പിന്നെ ഞാൻ ചട്ടിയിലിട്ടുണ്ടായിരുന്നു. എന്താ ചട്ടിയിലും കൂടി ഒരു ഒച്ച വന്ന് അത് ഇപ്പോൾ വന്നതാണോ അതിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതൊക്കെ രാത്രിയിലാണ് ഇത് ഒച്ചിൻ്റെ അറ്റാക്കുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ പിന്നെ വാഴയുടെ അടിയിലായിരുന്നു കൂടുതലിട്ട്. ഇതെൻ്റെ വീട്ടിലെ പൂച്ചകളാണ്. അപ്പോൾ ഞാൻ പൂച്ചകൾക്ക് തിന്നാനുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെല്ലറ്റ് ഇവിടെ ഇട്ടുണ്ടായിരുന്നു. എന്താ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഒരു കൂട്ടം ഒച്ച് വന്ന് അത് രാത്രി തിന്ന് ചത്ത് കിടക്കുന്നുണ്ട്. എല്ലാം ചത്ത് കിടക്കുകയാണിത്. ഇത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ചത്തിട്ടില്ലെങ്കിൽ അത് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ തിന്ന് ചത്തോളും. ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഒച്ചിനെ അതെ ഒരെണ്ണം കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പെല്ലറ്റ് എന്നും കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ പെല്ലറ്റിൻ്റെ പേരാണ് സസ്പെൻസ് കളയുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഒച്ചിനെ കൊല്ലുന്ന മെഡിസിൻ. ഇതിൻ്റെ പേര് സ്നെയിൽ കിൽ എന്നാണ് അതിൻ്റെ പേര്. ഇത് 1 കിലോൻ്റെ പാക്കറ്റാണ്. ഇത് സാധാരണ കെമിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ വളം യൂറിയ ഒക്കെ വിൽക്കുന്ന കടയിൽ കിട്ടും. ഇതിൻ്റെ വില കുറച്ച് ജാസ്തിയാണ്. ഇതിൻ്റെ വില എത്രയോ 1470 രൂപയാണ്. പക്ഷേ ഇതിൻ്റെ വില ഇനി കുറയുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് ഇട്ടാൽ നമ്മുടെ സ്നെയിലിൻ്റെ പ്രശ്നം പെർമനൻ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.